ഹായ്, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി തന്നെയാണ്, അല്ലെ? അപ്പൊ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈന്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ബാറ്ററിയിൽ ചാർജ് നിൽക്കുന്നില്ല എന്നുള്ള ആളുകൾക്കൊക്കെ അറിയാം എത്രത്തോളം ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഉണ്ടാവുന്നത്. ഇതിനുള്ള പ്രധാന കാരണം നമ്മൾ തന്നെയാണ്. കാരണം നമുക്ക് അറിയാത്ത നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിനുള്ളിൽ, അതായത് ബാറ്ററിയുടെ സെറ്റിംഗ്സിനുള്ളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓൺ ഓഫ് അറിയാൻ നമ്മൾ ചെയ്തു പോകുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് നിങ്ങളുടെ സെറ്റിംഗ്സ് ഒന്ന് നോക്കി വെക്കുക. അതുപോലെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി വളരെയധികം നിങ്ങൾക്ക് ലാഭിക്കാനും വളരെയധികം ലോങ് ലൈഫ് നിങ്ങളെ ബാറ്ററി കിട്ടുകയും ചെയ്യും. വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുൻപ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് കാണുന്ന ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, നോട്ടിഫിക്കേഷൻ ബാറിന്റെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബാറ്ററിയുടെ ലെവൽ, എത്രയാണ് ബാറ്ററി ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമുക്ക് ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി തന്നെ പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചെയ്യുന്ന കുറച്ച് സെറ്റിംഗ്സിലുള്ള മിസ്റ്റേക്കുകളാണ്. അത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബാറ്ററി, ആ ബാറ്ററി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബാറ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് സ്മാർട്ട് ചാർജിങ്, അതായത് നമുക്ക് സ്മാർട്ട് ആയിട്ട് നമ്മുടെ ബാറ്ററി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ സെർച്ച് ഓപ്ഷനിൽ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ജസ്റ്റ് സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്മാർട്ട് ചാർജിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സ്മാർട്ട് ചാർജിങ്, സ്മാർട്ട് നോട്ടിഫിക്കേഷന് താഴെ സ്മാർട്ട് ചാർജിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സ്മാർട്ട് ചാർജിങ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണുന്ന ഓപ്ഷൻ ഏറ്റവും യൂസ്ഫുൾ ആണ്. സ്മാർട്ട് ചാർജിങ്, ഇവിടെ സ്മാർട്ട് ചാർജിങ് ആണ്. അതായത് നിങ്ങളുടെ ബാറ്ററിയുടെ ഏജിങ്, അതായത് നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് ഡാമേജ് ആയി അതിന്റെ ലൈഫ് കുറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഫോണിന്റെ സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നല്ല പോലെ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ ഡെയിലി എങ്ങനെയാണോ പെർഫോം ചെയ്യുന്നതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും മുകളിലുള്ള ആ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഇവിടെ രണ്ടാമത് വന്നിരിക്കുന്നത് ചാർജിങ് ലിമിറ്റ് ആണ്. ചാർജിങ് ലിമിറ്റ് എപ്പോഴും ഒരു 80% ആക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം 100% ഒരിക്കലും നമ്മൾ ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ചാർജിങ് ലിമിറ്റ് 100 ആക്കുന്നതിന് പകരം 80 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ അതിന്റെ താഴെയായിട്ട് മോർ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. അത് നമുക്ക് തൽക്കാലം ഞാൻ പറഞ്ഞുതരാം പിന്നീട്. അതിന് താഴെ നമുക്ക് വരുന്നത് ഷോ ബാറ്ററി ലെവൽ ഇൻ സ്റ്റാറ്റസ് ബാർ എന്നുള്ള പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ആ സ്റ്റാറ്റസ് ബാറിൽ ബാറ്ററിയുടെ ലെവൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു വെക്കാൻ പറ്റും. അത് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഈ നോട്ടിഫിക്കേഷന്റെ താഴെ തന്നെയായിട്ട് നമുക്ക് കാണാം ബാറ്ററി സ്റ്റൈൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് താഴെ കാണുന്നുണ്ട്. ബാറ്ററി സ്റ്റൈൽ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷന്റെ താഴെ ബാറ്ററി സ്റ്റൈൽ, അപ്പൊ നമുക്ക് ഏത് രീതിയിലാണ് ബാറ്ററി കാണേണ്ടത്, ഹൊറിസോണ്ടൽ ആണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണെങ്കിൽ ആ രീതിയിൽ നമ്മുടെ സ്റ്റാറ്റസ് ബാറിന്റെ ആ ഭാഗത്തായിട്ട് ഏറ്റവും ടോപ്പിൽ നമുക്ക് ബാറ്ററി വന്നു നിൽക്കും. ഇനി ആ ബാറ്ററിയുടെ ഉള്ളിൽ എങ്ങനെയാണ് അതിന്റെ പെർസെന്റേജ് കാണിക്കേണ്ടത് എന്നുള്ള ഇവിടെ കാണിക്കുന്നത്. ബാറ്ററി പെർസെന്റേജ്, ബാറ്ററിയുടെ ഉള്ളിൽ ഇത്ര പെർസെന്റേജ്, അതായത് 50%, 80% ഒക്കെ ആണോ കാണിക്കേണ്ടത് എന്നുള്ളത് അത് ആ രീതിയിൽ നമുക്ക് കാണിക്കും. അതല്ലെങ്കിൽ ബാറ്ററിയുടെ പുറത്താണ് കാണിക്കേണ്ടതെങ്കിൽ ഔട്ട്സൈഡ് ബാറ്ററി എന്നുള്ള രീതിയിൽ കാണിക്കും. ഇവിടെ ഞാൻ ഇൻസൈഡ് ബാറ്ററി ഞാൻ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ബാറ്ററി സെലക്ട് ചെയ്തെന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ ഇൻസൈഡ് ബാറ്ററി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ബാറ്ററിയിലാണ് നമുക്കത് കാണിക്കുക. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് സെറ്റ്, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ബാറ്ററിയിൽ എത്ര ചാർജ് ഉണ്ട്. കാരണം നമ്മൾ ഒരിക്കലും 80% കൂടുതൽ ചാർജ് ചെയ്ത് വെക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും കുറവ് ഒരു 20% എന്നുള്ള രീതിയിലേക്കും. ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മോർ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ മോർ സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹൈ പെർഫോമൻസ് മോഡ് നമുക്ക് ഇവിടെ ഉണ്ട്. അധിക ഫോണിലും ഈ ഹൈ പെർഫോമൻസ് മോഡ് ഓൺ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കാം, നിങ്ങളുടെ ഹൈ പെർഫോമൻസ് മോഡ് ഒരിക്കലും ഓൺ ചെയ്ത് വെക്കരുത്. കാരണം പെർഫോമൻസ് കൂടുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഹൈ പെർഫോമൻസ് മോഡ് നമുക്ക് ഹീറ്റ് അപ്പ്, വല്ലാതെ നമ്മുടെ ഡിവൈസിനെ ഹീറ്റ് ചെയ്യും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് നമ്മുടെ ഫോണിന്റെ ബാറ്ററി വളരെയധികം ഡാമേജ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഒപ്റ്റിമൈസ് ബാറ്ററി യൂസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിമൈസ് ചെയ്യാൻ, നമ്മുടെ പവർ യൂസേജ് ഓട്ടോമാറ്റിക്കലി ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പല ആപ്ലിക്കേഷൻസ് നമ്മുടെ ബാറ്ററി ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇതാണ് എല്ലാവിധ ആപ്ലിക്കേഷൻസ്, നമ്മുടെ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതാണ്. ഇതിലൊക്കെ ഞാൻ ഓട്ടോ ഒപ്റ്റിമൈസ് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഓട്ടോ ഒപ്റ്റിമൈസ് ചെയ്യാത്തതിൽ നമുക്ക് ഓൾവേസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഒപ്റ്റിമൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസിൽ നിങ്ങൾ ഓട്ടോ ഒപ്റ്റിമൈസ് കൊടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ മേലെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ ഒപ്റ്റിമൈസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഇതേപോലെ ബാറ്ററി വല്ലാതെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും.
പിന്നെ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഒപ്റ്റിമൈസേഷൻ. ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലീപ്പ് മോഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മളുടെ ബാറ്ററി വളരെയധികം ഡാമേജ് ഇല്ലാത്ത രീതിയിൽ, ബാറ്ററി വളരെ യൂസ് ചെയ്യുന്ന രീതിയിൽ, വളരെ ബാറ്ററി നമുക്ക് കൺസ്യൂം ചെയ്യുന്ന കുറയ്ക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തരും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ഫോർഗ്രൗണ്ട് ആക്ടിവിറ്റിയും. നമ്മുടെ ഫോണിൽ ഉള്ള ആപ്ലിക്കേഷൻസ് ഫോർഗ്രൗണ്ടിലും ബാക്ക്ഗ്രൗണ്ടിലും നമ്മൾ അറിയാതെ ബാറ്ററി വല്ലാതെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി നിങ്ങളൊന്ന് ഡിസേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി വളരെയധികം നിങ്ങൾക്ക് ലാഭിക്കാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല നിങ്ങളുടെ ബാറ്ററിയുടെ ഏജിങ്, അതായത് നിങ്ങളൊരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പുതിയ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ എത്രത്തോളം കാലം ഉപയോഗിക്കുന്നുണ്ടോ ആ ലൈഫ് നല്ല പോലെ നിങ്ങൾക്ക് കൂട്ടുവാൻ സാധിക്കും.